പക്ഷേ ഈ അസ്തിത്വവാദത്തിൻ്റെ ഒരു ഗുണം ഈ പറഞ്ഞ പോലെ അസ്തിത്വവാദത്തിന് ഓപ്പോസിറ്റായിട്ട് പറഞ്ഞ് നിങ്ങൾ ജനിക്കുമ്പോഴേ നിങ്ങൾക്ക് ആ പരലോക നന്മയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലെ പരീക്ഷണങ്ങളെ നേരിടുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ അസ്തിത്വം എന്ന് പറയുന്നു. അള്ളാഹ് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയുന്നു. അതിൻ്റെ ഇടയിൽ ചെറുതാക്കിയെന്തോ അല്ല, ചെറുതാക്കിയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട അനുശാസിക്കപ്പെട്ട ഒരു ജീവിത ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനിക്കുന്നതും അസ്തിത്വവാദം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അസ്തിത്വം അന്വേഷിക്കലാണ്. ഇപ്പോൾ സാർത്രേ തന്നെ പറഞ്ഞാൽ ബീയിങ് ഈസ് നത്തിങ്നെസ് എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് കല്ലാവാനും പൂവാവാനും എല്ലാത്തിനും പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. എനിക്ക് എന്ത് ആയിത്തീരാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് മുസ്ലിം ആവാനും മുസ്ലിം അല്ലാതാവാനും ഹിന്ദു ആവാനും ആണാവാനും പെണ്ണാവാനും ഒക്കെ പറ്റുന്ന ഒരു വലിയ വിശാലതയാണ് ഈ അസ്തിത്വവാദം എന്ന് പറയുന്നത്. മറ്റേത് കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ചുരുക്കി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ചുകൂടി നാരോ ആണ് മറ്റേ വഴി. അല്ല, അവിടെ ഒരു ഇത് അസ്തിത്വവാദം ശരിക്കും ഇസ്ലാമിൻ്റെ അകത്തും ഉണ്ട്. എല്ലാ ഫിലോസഫിയും മനുഷ്യന്മാരൊക്കെ എങ്ങനെ ചിന്തിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രോസിങ് വരും. ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. 2000 ചെല്ലാനും കാര്യങ്ങൾ ഒരു മനുഷ്യനിക്ക് ആകെ ആലോചിക്കാൻ പറ്റുമെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. നമ്മളെത്ര ചിന്തകൻ എന്ന് പറഞ്ഞാലും ഈ ചിന്തകൻ്റെ ബ്രെയിനിൽ പോലും 2000-ലധികം ആലോചന ഉണ്ടാവില്ല. അപ്പോൾ സാർത്ര ചിന്തിച്ചാലും ക്യാമ ചിന്തിച്ചാലും ഐൻസ്റ്റീൻ ചിന്തിച്ചാലും ഗസാലി റഹിമഹുല്ല ചിന്തിച്ചാലും നമ്മൾ ചിന്തിച്ചാലും ആര് ചിന്തിച്ചാലും അത് സമാനമായ കുറേ കാര്യങ്ങൾ വരും. ഈ അസ്തിത്വവാദം ശരിക്കും ഇസ്ലാമിക് ഫിലോസഫിയിലും സ്പിരിച്വാലിറ്റിയിലും ഉള്ളതാണ്. പക്ഷേ അവിടെ വ്യത്യാസം ഇതിൽ നമ്മൾ ഈ ജീവിതത്തെ ഒരു കംപ്ലീറ്റ് ഒരു വാക്കം സ്പേസായിട്ട് കണ്ടിട്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ അർത്ഥം ഡിഫൈൻ ചെയ്യേണ്ടത്. അതാണോ സ്വീകരിക്കാവുന്നൊരു വഴി? ഇനി അതല്ല, നമ്മളെക്കാൾ ആ വിഷയത്തിൽ ഇതിന് മറ്റൊരർത്ഥം കൂടി അറിയാവുന്ന മറ്റൊരു ശക്തിയാണോ ഡിഫൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന സാർത്രയാണെങ്കിലും അല്ലെങ്കിൽ ലോകത്ത് ഇക്കാലം അത്രയും ഉണ്ടായിട്ടുള്ള ചിന്തകന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ എൻ്റെ ബോധ്യത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ ബോധ്യത്തിൽ ചെയ്യുക, അതാണല്ലോ എൻ്റെ അടിമയാവുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ, പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്ന ഏതോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ അദ്ദേഹം പറയുന്നതിന് അനുസരിച്ച് ജീവിക്കുന്നതാണോ ഞാൻ ഈ കാലഘട്ടത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള എൻ്റെ ശരിക്കനുസരിച്ച് ജീവിക്കുന്നത്? വളരെ അത് സാധാ നമ്മൾ തുടക്കത്തിൽ ആ വിഷയമാണ് സംസാരിച്ചത് എനിക്ക് തോന്നുന്നത്. അതായത് അവിടെ ഒന്ന് ഈ നമ്മൾ തന്നെ നമ്മളെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതിൻ്റെ റിസൾട്ടായിട്ട് എന്താ ഉണ്ടായിട്ടുള്ളത്? ഉത്കണ്ഠയാണ്. കാരണം ഇപ്പോൾ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എന്ന് പറയുന്ന ആധുനിക കാലത്തുള്ള ഈ അസ്തിത്വവാദവും ഈ ക്ലാസിക്കൽ കാലത്തെ അസ്തിത്വവാദവും മൊത്തം ചെക്ക് ചെയ്താൽ അവനവനെ ഉണ്ടാക്കിയെടുക്കുക, എൻ്റെ വഴി ശരിപ്പെടുത്തിയെടുക്കുക എന്നുള്ള നിരന്തര കലാപമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആൽബർട്ട് ക്യാമു റിബെല്യൺ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. നിരന്തര കലാപത്തിൽ ഒരിക്കലും മനുഷ്യൻ ഒരു സീറോയിൽ നിന്നല്ല, അവൻ്റെ ഒരു ചരിത്രം ഉണ്ടല്ലോ. ഇക്കാലം അത്രയും അവൻ ജീവിച്ചു വന്ന അവൻ്റെ ജനിതകമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇക്കാലം അത്രയും ഉണ്ടായ മാറ്റങ്ങൾ അതിൽ നിന്നാണ് തുടങ്ങുന്ന മനുഷ്യൻ. ആ മാറ്റം എന്ന് പറയുന്ന ഒരിക്കലും സീറോ ആവശ്യമില്ല. ഓക്കെ, ഞാൻ പറയാം. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ചത് കംപ്ലീറ്റ് ആയില്ല. ഇപ്പോൾ കാലങ്ങൾക്ക് മുമ്പേ ജീവിച്ചു പോയ ഒരാൾ പറയുന്നത് പോലെയാണോ ജീവിക്കേണ്ടത്? നമ്മൾ തന്നെ കണ്ടെത്തുകയാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് എല്ലാ കാലത്തേക്കുമുള്ള മനുഷ്യൻ ഏക സ്വഭാവക്കാരനായതുകൊണ്ടാണല്ലോ നമ്മളിപ്പോഴും ഈ പറയുന്ന സാർത്രയുടെ വാചകങ്ങൾ തന്നെയാണ് ശരിയെന്ന് നിങ്ങളും ഗസാലി ഇമാമിൻ്റെ വാചകമാണ് ശരിയെന്ന് ഞാനും പറയുന്നത്. 2025 അല്ലെങ്കിൽ 2026 എത്തുമ്പോഴും സാർത്ര പ്രസക്തമാവുകയാണ്, ഗസാലി ഇമാം പ്രസക്തനാവുകയാണ്. അപ്പോൾ അന്നവർ ചിന്തിച്ച കാര്യം തന്നെ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് വരുമ്പോൾ തന്നെ ഏത് ഒരു ആലോചന വാലിഡല്ലാന്ന് വരും. പണ്ടാരോ നിർണയിച്ച വഴിയിലൂടെയാണോ നമ്മളിപ്പോൾ സഞ്ചരിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു വഴിയില്ല. മനുഷ്യനെന്ന് ഒരു വഴിയേ ഉള്ളൂ. അതാണ് ഇസ്ലാമിൻ്റെ ഒരു ബേസിക് തത്വം. ഈ അവിടെ വേറൊരു വിഷയം, അത് എത്രത്തോളം നിങ്ങളത് അത് ഞാൻ പറയുന്ന ആ ക്രമം അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ആന്ത്രോപോളജിയും ഫിലോസഫിയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഈ ഹോമോ സാപ്പിയൻസിൻ്റെ ആകെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്. ആ ആവശ്യങ്ങൾ 12-13 മറ്റുമാണ്. ഇപ്പോൾ ഉറങ്ങുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒന്നാമത്തെ ആവശ്യം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ആവശ്യം മൂത്രം ഒഴിക്കുക, മൂന്നാമത്തെ ആവശ്യം വെള്ളം കുടിക്കുക, നാലാമത്തെ ആവശ്യം കാഷ്ടിക്കുക, അഞ്ചാമത്തെ ആവശ്യം ഭക്ഷണം കഴിക്കുക, ആറാമത്തെ ആവശ്യം മിഡിൽ ക്ലാസ് ഈ ശാരീരികമായ മെറ്റബോളിക് പ്യൂബർട്ടി സ്റ്റേജ് ആണെങ്കിൽ സെക്സ്. ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റിൽ ഫ്രോയിഡ് പറഞ്ഞതുപോലെയല്ല, 4 ദിവസം കൂടുമ്പോൾ ഒരു തവണയെങ്കിലും സീരിയസ് സെക്സിനെ കുറിച്ചൊരു മനുഷ്യൻ ചിന്തിക്കുന്നതാണ്. ആ സ്റ്റേജിലുള്ള ആൾക്കാർ അത് ചെയ്യില്ല എന്നുള്ളത് അവൈലബിലിറ്റി. 4 ദിവസം കൂടുമ്പോൾ ചിന്തിച്ചിരിക്കും പ്യൂബർട്ടിക് സ്റ്റേജിലുള്ള ആൾക്കാർ. അപ്പോൾ 6 സെക്സ്, 7 ഡ്രസ്സ്, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ആവശ്യമായ വസ്ത്രം, 8 പാർപ്പിടം, ഒരു കൂടോ കുടിലോ സംതിങ്,
9 എൻ്റർടൈൻമെൻറ്റ്, വിനോദം 4 വിധം: കല, കായികം, സംഗീതം, ലഹരി. ലഹരി മീൻസ് എല്ലാം പെട്ടു: അക്ഷരലഹരി, അധികാരലഹരി, പണലഹരി, ആൺലഹരി, പെൺലഹരി, നാർക്കോട്ടിക്, നാർക്കോട്ടിക് ഒക്കെ പെട്ടു. ഇതാണ് ശ്വാസം കഴിക്കുന്ന മനുഷ്യൻ്റെ ആകെ 12 ആവശ്യം. ഈ സമാനത എല്ലാ കാലത്തും ആൾക്കാർക്ക് ഉണ്ടാവും. ഒക്കെ ആവശ്യങ്ങൾ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഒരു സെമിറ്റിക് കൺസെപ്റ്റ് പ്രകാരം ഒന്നാമത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ ഹാബീൽ, കാബീൽ. അന്നിപ്പോൾ നമ്മൾ ഉറൂബിൻ്റെ നോവലാണെന്ന് തോന്നുന്നു, ഉമ്മാച്ചുവിലോ, കാമം മൂലം കനകം മൂലം പാരിൽ കലഹം സുലഭം എന്നൊക്കെ പറയുന്നത്. ഈ കാമം മൂലം കനകം മൂലം തന്നെയാണ് അന്ന് കലഹം ഉണ്ടായത്. കാമം മൂലം കനകം മൂലം കാമിനി മൂലം അയ്യ പാരിൽ കലഹം സുലഭം. ആ കാമിനി അല്ലെങ്കിൽ ആ കാമവും ആ പറയുന്ന മണ്ണും അധികാരവും തന്നെയായിരുന്നു ആദ്യകാലക്കാരെയും പ്രചോദിപ്പിച്ച, യുദ്ധം ചെയ്യിപ്പിച്ച, അവരെ വിപ്ലവത്തിലേക്ക് പ്രേരിപ്പിച്ചിട്ടുള്ള സാധനം. അവർക്കന്നും വറ്റ് തന്നെയായിരുന്നു വിപ്ലവീര്യം. ഇന്നും അത് തന്നെയാണ്. അന്നത്തെ ആൾക്കാരെ കരയിപ്പിച്ച സീൻ ഇന്ന് റിക്രിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടാൽ നമ്മളും കരയും. ഇന്ന് നമ്മൾ കേട്ട് ചിരിക്കുന്ന ഒരു വിറ്റ് ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളെ കാണിച്ചിരുന്നുവെങ്കിൽ അവരും ചിരിക്കുമായിരുന്നു. ഈ ആപ്റ്റിറ്റേറ്റുകൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല.